നമസ്കാരം. കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായി വിജയൻ്റെ ഭരണം, പ്രത്യേകിച്ച് രണ്ടാം തവണയുള്ള പിണറായി വിജയൻ്റെ ഭരണം സാധാരണക്കാരായ ആർക്കും അത്ര ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. സാധാരണക്കാർക്ക് പൊതുനിരത്തിൽ പോലും ഇറങ്ങി നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. കുറ്റകൃത്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, ക്ഷേമ പെൻഷൻ മുടങ്ങി, അർഹരായ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടിയിട്ടില്ല, ആശാവർക്കർമാരുടെ സമരം, അങ്ങനെ ഏത് മേഖലയിലായിരുന്നാലും പിണറായി സർക്കാർ ഈ സംസ്ഥാനത്തെ തകർത്തു തരിപ്പണമാക്കി. ആരോഗ്യരംഗത്തെ കാര്യം പറയുകയും വേണ്ട, മദ്യശാലകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തുറന്നു കൊടുത്തു. ഇതിനെല്ലാം പുറമെയാണ് സാധാരണ മൂന്നാം കിട അന്തം കമ്മികളുടെ കുപ്രചരണങ്ങൾ. സർക്കാരിനെയും പിണറായി വിജയനെയും നേതാക്കളെയും ഒക്കെ വിമർശിക്കുകയും അവരുടെ അഴിമതികൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ, ഇവരൊക്കെ കുപ്രചരണങ്ങളും അപവാദ പ്രചരണങ്ങളും കൊണ്ടാണ് അന്തം കമ്മികൾ സമൂഹ മാധ്യമത്തിൽ നേരിട്ടത്. പക്ഷേ ഇതിൻ്റെ എല്ലാം കൂലി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനം ഇടതുപക്ഷത്തിനു നൽകി. 33 സീറ്റുകളിലേക്ക് LDFന് ഒതുങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. പക്ഷേ എന്നിട്ടും അവർ പഠിച്ചില്ല, തിരുത്താൻ തയ്യാറല്ല. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ സമാധാനമായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയാണ്. ഇത് മുളയിലെ നുള്ളിയില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലെത്തും. കാരണം സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ, ഇന്നലെ ചുമതലയേറ്റ പുതിയ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ തുടക്കം മുതൽ തന്നെ എതിർക്കാനും അതിലെ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നടത്താനും CPM തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ സത്യപ്രതിജ്ഞ കഴിഞ്ഞ 24 മണിക്കൂർ പോലും തികഞ്ഞില്ല ഇവരെന്തുമാത്രം പ്രശ്നങ്ങളാണ് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കിയത് എന്ന്. ആദ്യം തന്നെ മരുമകൻ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേ മാതരം ആലപിച്ചതിന് വിമർശിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇയാളൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്നെനിക്കറിയില്ല. കാരണം വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം പ്രമാണിച്ച് ചടങ്ങുകളിലൊക്കെ വന്ദേ മാതരം ആലപിക്കാനും അത് ദേശീയ ഗാനം ആലപിക്കുന്നതിന് മുമ്പ് തന്നെ ആലപിക്കാനും വന്ദേ മാതരം ആലപിക്കുമ്പോൾ സദസ്സിലുള്ളവരും വേദിയിലുള്ളവരും എണീറ്റു നിൽക്കണമെന്നുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു ചട്ടം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ റിയാസിന് അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം. ഇതിനെതിരെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ഈ ഒരു വിധിക്കെതിരെ ചിലരൊക്കെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ സുപ്രീം കോടതിയും ഇതെല്ലാം എടുത്ത് ചവറ്റുകുട്ടയിൽ എറിയുകയാണ് ഉണ്ടായത്. ഇതൊന്നും അറിയാതെയാണ് റിയാസിൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള ഗീർവാണം. അത് വലിയ ചർച്ചയായിരിക്കുമ്പോഴാണ് അടുത്ത് KN ബാലഗോപാൽ വരുന്നത്. KN ബാലഗോപാൽ പറഞ്ഞത് VD സതീശൻ ആശാവർക്കർമാർക്ക് 3000 രൂപ വർദ്ധിപ്പിച്ചത് മല എലിയെ പ്രസവിച്ചതുപോലെയായി എന്നാണ്. എന്തായാലും UDF സർക്കാർ ആളുകളെ മൊത്തത്തിൽ കബളിപ്പിച്ചിട്ടില്ലല്ലോ. അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി VD സതീശൻ പ്രഖ്യാപിച്ചതാണ് 3000 രൂപ ആശാവർക്കർമാർക്ക് വേതനം കൂട്ടുമെന്ന്. KN ബാലഗോപാൽ പല ന്യായങ്ങളും പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 500 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന്. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്നത് ഏത് കാലത്താണെന്ന് ഈ മുൻ ധനമന്ത്രിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. അടുത്തതായി TP രാമകൃഷ്ണൻ രംഗത്തെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിച്ചത് KSRTCയിൽ അടുത്ത മാസം 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല, പിന്നാലെ അറിയിക്കുമെന്നാണ് പറഞ്ഞത്. അതിനെതിരെയും ഈ രാമകൃഷ്ണൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കൊടുക്കുന്നത്, അതിൻ്റെ സാമ്പത്തിക ബാധ്യത KSRTCക്ക് ഉണ്ടാകുമോ, പിന്നെ അതുപോലെ പെൻഷൻ എങ്ങനെ തുടർ പെൻഷൻ കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരിക്കലും ദഹിക്കാത്ത കാര്യങ്ങളാണ് ഈ TP രാമകൃഷ്ണൻ വന്നു നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. ഒരു സർക്കാർ അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകളായില്ല. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ ചെങ്കോടവും കുത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സാധാരണക്കാർക്ക് പോലും വഴി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഈ തെമ്മാടികൾ സമരം നടത്തും എന്നുള്ള കാര്യം. ഇവരെയൊക്കെ അടിച്ചൊതുക്കാൻ ഉത്തരവ് കൊടുക്കാൻ തക്കവിധം ആർജവമുള്ള ഒരു ആഭ്യന്തരമന്ത്രിയായിരിക്കണം രമേശ് ചെന്നിത്തല. ഇവരോട് മൃദു സമീപനം പാടില്ല. കാരണം അവരുടെ സമര രീതിയും പ്രതിഷേധ രീതിയും സാധാരണക്കാരന് നിരക്കുന്നതല്ല. അവർ അക്രമ സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ആദ്യം തന്നെ ഇവർക്ക് രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസിന് ഉത്തരവ് കൊടുക്കുകയാണ് ആഭ്യന്തരമന്ത്രി ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ സമാധാനമായി UDFന് ഭരിക്കാനോ കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനമായി ഇവിടെ ജീവിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തെ എത്രമാത്രം ഇവന്മാർ പിന്നോട്ടടിച്ചു. ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കേരളയിൽ കൊണ്ടുവന്ന് എത്രയോ കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചു വിട്ടു പിണറായി വിജയൻ. ഏതെല്ലാം രാജ്യങ്ങളിൽ വിദേശ ധൂർത്ത് നടത്തി, കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങി. ഈ സാമ്പത്തിക ബാധ്യതയെല്ലാം തിരിച്ചടക്കേണ്ട ചുമതല ഈ വരുന്ന UDF സർക്കാരിനാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ അനുഭവിച്ചതിൻ്റെ ദുരിതം പറഞ്ഞാൽ മനസ്സിലാകില്ല. കള്ളക്കേസുകളും അന്തം കമ്മികളുടെ ഭീഷണികളും അപവാദ പ്രചരണങ്ങളും ഒക്കെ മടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ.
ഇതിൽ നിന്നൊരു മോചനത്തിനു വേണ്ടിയാണ് UDF വോട്ട് കുത്തി കേരളത്തിലെ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത്. ഇക്കാര്യം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കണം. UDF ഒരു പ്രവർത്തന ശൈലി കൊണ്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ ഒരു മേന്മ കൊണ്ടോ ഒന്നുമല്ല ഇത്തരത്തിലൊരു വൻ വിജയം ഉണ്ടായത്. ഒരുപക്ഷെ വിജയിക്കുമായിരുന്നിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ മൃഗീയമായ ഒരു ഭൂരിപക്ഷം നേടിയത് പിണറായി വിജയന്റെ സർക്കാരിനോടുള്ള കടുത്ത പ്രതിഷേധം കൊണ്ടാണ്, പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്. സർക്കാരിന്റെ വീഴ്ചകളെ ആദ്യം മുതൽ തന്നെ എതിർത്തുകൊണ്ട് സമരം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. ഇത് കേൾക്കാനിരിക്കുകയാണ് അണികൾ. കാരണം കുറേ എണ്ണത്തിന് ഒരു ജോലിയുമില്ല. അടുത്ത് എന്ത് ചെയ്യട്ടെ, ആരെ തെറി വിളിക്കട്ടെ, ആരെ പറ്റി അപവാദം പറയട്ടെ, ആരുടെ കിടപ്പറയിൽ ഒളിഞ്ഞു നോക്കട്ടെ, ആരുടെ കുളിമുറിയിൽ നിന്ന് സീൻ പിടിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മൂന്നാം കിട അന്തം കമ്മികൾ. ഇവരെയൊക്കെ അടിച്ചൊതുക്കാനുള്ള ഉത്തരവ് കൊടുക്കാനുള്ള ഒരു ആർജവം ആഭ്യന്തരമന്ത്രി കാണിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കഴിഞ്ഞതുപോലെയുമല്ല, ഈ കഴിഞ്ഞ 10 വർഷങ്ങൾ പോലെയല്ല, അതിനേക്കാളും അപ്പുറമായിരിക്കും ഇവന്മാരുടെ ഒരു രീതി. തോറ്റ് തൊപ്പിയിട്ടപ്പോൾ ഇവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞു, അധികാരമില്ലാത്ത CPM നിങ്ങൾ ഭയപ്പെടണമെന്ന്. അത് NN കൃഷ്ണദാസ് പറഞ്ഞു, EN സുരേഷ് ബാബു പറഞ്ഞു, A റഹീം പറഞ്ഞു. അപ്പോൾ ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഇവരെ കൈകാര്യം ചെയ്യാൻ, രക്ഷാപ്രവർത്തനം നടത്താൻ പോലീസിന് ഉത്തരവ് കൊടുക്കാൻ ആർജവം ആഭ്യന്തരമന്ത്രി കാണിക്കണം. ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതവും സർക്കാരിന്റെ മുന്നോട്ടുള്ള പോക്കും അവതാളത്തിലാകും.